ഇല്ല, പിന്നെ പശുവിനെ കാണാം. ഹലോ, നിങ്ങൾക്ക് അട്രാക്ഷൻ ഇല്ലെങ്കിൽ എന്ത് കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. എവിടെയെങ്കിലും പോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നത് കേട്ടോ, സൈക്കോളജി. കാരണം എന്താ, സാധാരണ ദൈവം നമ്മളെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന എങ്ങനെ പേഴ്സണെ കാണുമ്പോൾ, അതുകൊണ്ടാണ് ഈ പൂവാലന്മാർക്ക് പേര് വന്നത് കേട്ടോ. കേട്ടില്ലേ? എന്തോ നമുക്ക് അവരെ കാണുമ്പോൾ എന്തുണ്ടാവും? അട്രാക്ഷൻ ഉണ്ടാവും. അതാണ് നോർമൽ. ഇനി അട്രാക്ഷൻ ചിലവർക്ക് ഇച്ചിരി ലേറ്റ് ആയിരിക്കും, ചിലവർക്ക് ഒരു 23-25 വയസ്സായിരിക്കും, കുഴപ്പമില്ല, അതുകൊണ്ട് കല്യാണം കഴിക്കില്ല. അട്രാക്ഷൻ വരുമ്പോൾ മാത്രമേ കല്യാണം കഴിക്കൂ കേട്ടോ. ഗേൾസ് ബോയ്സിന് കാണുമ്പോൾ അട്രാക്ഷൻ വരാനുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ലയോ? ചിലർ സ്നോ എന്ന് പറയുന്നത്. യെസും നോൺ കൂടി ചേർന്ന് സ്നോ. പറ, ഉണ്ടോ? അവിടെ പിന്നെ അങ്ങനെ ഉണ്ട് അല്ലേ? അവർക്ക് അട്രാക്ഷൻ ഉണ്ട്. ഇല്ലെങ്കിലും പ്രശ്നം അല്ലേ? പക്ഷെ ഏറ്റവും കൂടുതൽ ഈ വായി നോക്കിയുള്ള ആരെ വിളിക്കുന്നത്? ബോയ്സിനെയാണോ ഗേൾസിനെയാണോ? പറ. ബോയ്സിന്. എന്താ കാര്യം? അതിനകത്തൊരു പിന്നിലൊരു സയന്റിഫിക് കാര്യമുണ്ട്, അതുകൊണ്ട് ചുമ്മാ വിളിക്കുന്നതല്ല. എന്താണെന്നറിയോ? ഈ ബോയ്സിന്റെ വിഷൻ 90 ഡിഗ്രി ഉള്ളു. എത്ര? 90 ഡിഗ്രി ഉള്ളു. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നോക്കണമെങ്കിൽ ഇങ്ങനെ നോക്കണം, ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. കാരണം അവരുടെ വ്യൂ കുറവാണ്. അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്താൽ നിങ്ങൾ ഇവിടെ പോയി നോക്കിയോ. പക്ഷെ ഗേൾസിന്റെ വ്യൂ എത്രയെന്നറിയോ? 180 ഡിഗ്രീസ്. ദാറ്റ് മീൻസ് ഷോള് കിടന്നാലും എല്ലാം കാണും. അതുകൊണ്ടാണ് ഈ ഗേൾസിന് വായി നോക്കുന്ന പേര് വരാത്തത്, അല്ലാതെ വായി നോക്കാത്തതുകൊണ്ടൊന്നല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ബോയ്സ് സന്തോഷമായ സമാധാനമായ എല്ലാവർക്കും വായി നോട്ടമുണ്ട്. ഓക്കെ. അപ്പൊ എന്തോ ഈ ലവ് അഫെയർ എന്താ വരാൻ കാരണം? ഈ ഏജില് നമുക്ക് നോർമലി അട്രാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അട്രാക്ഷൻ എന്തിനാ? നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. എന്തിനാ? മാരേജ് വരെ നമ്മൾ കൺട്രോൾ ചെയ്യണം. കാരണം നമ്മൾ ഈ ഹോർമോണൽ ഗ്രോത്ത്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു കാര്യം ഈ അല്ല നമ്മളിങ്ങോട്ട് കൈ അങ്ങോട്ട് പിടിപ്പിച്ച് പാസ്റ്ററുടെ സുഖത്തിലും തുകട്ടിൽ അട്രാക്ഷൻ അങ്ങനല്ല. അല്ല, ഒരു ചിപ്പ് മാറ്റി വെക്കുന്ന പോലെ അല്ല നമ്മൾ. അങ്ങനെ അതുപോലെ ഏത് ഏജിലായിരിക്കും കല്യാണം കഴിക്കുന്നത്? എപ്പോഴായി ചിപ്പ് കയറി അറിയത്തില്ല. അപ്പൊ എന്താ, ദൈവം ഒരു ടൈം വെച്ചിട്ടുണ്ട്. ആ ഒരു ഏജ് കഴിയുമ്പോൾ നോർമലി ഗേൾസിന് കാണുമ്പോൾ അട്രാക്ഷൻ ഉണ്ടാവും, ബോയ്സിന് കാണുമ്പോൾ അട്രാക്ഷൻ ഉണ്ടാവും. ഇറ്റ്സ് നോർമൽ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗേൾസിന് അട്രാക്ഷൻ തോന്നുന്നു എന്ത് വേണം? ഞാൻ നോർമൽ. ചിലവർക്ക് ചില ലേറ്റ് ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അബ്നോർമൽ വിളിക്കില്ല. ചിലവർ 20-25 ഒക്കെ ആയിട്ട് അട്രാക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. ഇനി അതും അട്രാക്ഷൻ ഉണ്ടാവുന്നില്ല, ഇതൊന്ന് പ്രാർത്ഥിച്ചായിരുന്നു ദൈവം അട്രാക്ഷൻ തോന്നില്ല, ദൈവം അട്രാക്ഷൻ എന്താ കാര്യം? ഈ ഇതുപോലൊരു ക്ലാസ് ഇതുപോലെ ഒരു 15 ബോയ്സിന് ക്ലാസ് എടുത്തായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ലേഡീസിനെ കാണുമ്പോൾ എന്താ ചെയ്യണം? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത് ഈ ഒരു കൺട്രോളിന് വേണ്ടി, ഒരു കൺട്രോളിന് വേണ്ടി. അപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ ഈ 15 പേരും കൂടെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ നടന്ന് റോഡ് സൈഡിൽ നോക്കി 15 ഒരാള് പ്രൈസ് ദി ലോർഡ് കൊണ്ട് മറ്റൊരു എന്ത് 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 എന്താ? എത്ര ബൈബിൾ കോളേജിൽ പഠിച്ചാലും എന്തുകൊണ്ട് ആകർഷണമുണ്ട്. ബൈബിൾ കോളേജിൽ പോലും ലവ് ലെറ്റർ കൊടുത്ത സീനുകളുണ്ട്. അപ്പൊ അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ എന്താ? നമ്മൾ കൺട്രോൾ ചെയ്യണം. എന്താണ് നമുക്ക് ലവ് അഫെയർ ഉണ്ടാകുന്ന റീസൺസ് ഉണ്ട്? ഒന്ന്, ഈ കൂട്ടുകാർ സമ്പർക്കം നേരത്തെ പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും ലൈൻ ഉണ്ട്, എനിക്ക് മാത്രം ഇല്ല. അപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് എനിക്കെന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടായിരിക്കും ലൈൻ അടിക്കാതിരുന്നു. അങ്ങനല്ല. നിങ്ങളാണ് ശരിക്കും പുരുഷൻ, നിങ്ങളാണ് ശരിക്കും സ്ത്രീ. ആർക്കാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? മാരേജ് വരെ അവരെ കൺട്രോൾ ചെയ്യുന്ന അതാണ് പുരുഷൻ. അപ്പൊ നിങ്ങൾ ഈ ലൈൻ അടിച്ച് നടക്കുന്ന ആൾക്കാർ ആരാ? കേബിൾ പൊട്ടിയ ആൾക്കാരാ. ഹലോ, അവർക്ക് കൺട്രോൾ ഇല്ല, അവർ പുരുഷനല്ല. അപ്പൊ ലൈൻ അടിച്ച് നോക്കുമ്പോ നമ്മൾക്ക് ആമാദിക്കും. അങ്ങനല്ല ചിന്തിക്കുന്നത്. ലൈൻ അടിച്ച് നടക്കുന്ന ആൾക്കാർ നോക്കിയിട്ട് കൺട്രോൾ ചെയ്തിട്ട് കേബിൾ പൊട്ടിയ ആൾക്കാരല്ലേ? ഗേൾസ് ഒന്ന് എല്ലാവരും പറയും നാളെ ആ പോയത്. എനിക്കാണ് 10 ഒരു കൊല്ലത്ത് എനിക്ക് 3-4 പേരാ നോക്കി ശരിക്കും നോക്കിച്ചാൽ കൂട്ടുകാർ ഇൻഫ്ലുവൻസ്. പക്ഷെ ബൈബിൾ എന്ത് പറഞ്ഞിങ്ങനെ? ആരാ നമുക്ക് കൂട്ടാളി തരുന്ന? ആരാ? ദൈവം. God will bring the right person. ഓക്കെ. അപ്പൊ കൂട്ടുകാരുടെ സമ്മതം. രണ്ടെന്തോ, ചിലർക്ക് ഈ പാപത്തിന്റെ പ്രവണതകൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ സെക്ഷുവൽ ടെൻഡൻസി ഉണ്ടാവും, ലൈംഗികമായ വികാരങ്ങളുണ്ട്.
അവർ ചിലപ്പോൾ കാണുന്ന മൂവി തെറ്റായിരിക്കും, അവർ കാണുന്ന ചിലപ്പോൾ അശ്ലീല ചിത്രങ്ങൾ കാണുന്നുണ്ടായിരിക്കും. എന്തേലും ഈ സെക്ഷുവൽ ഡിസയർ ഉണ്ടാക്കുന്ന എന്തേലും കാര്യം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, ഈ സെക്ഷുവൽ ഡ്രൈവ് വേറൊരാളുടെ മണ്ടയ്ക്ക് തീർക്കാൻ വേണ്ടി പല ആൾക്കാർ ലൈൻ അവസാനം. അപ്പോൾ അത് ലൈൻ തുടങ്ങുന്നത് എന്തിനാ, എങ്ങനെയൊരു ഒരു സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി. അതുകൊണ്ടാണ് പല ആൾക്കാർ ഊട്ടിയിലേക്ക് ഒരു യാത്ര, ലോഡ്ജ് ബുക്ക് ചെയ്യുന്നു. കാരണം എന്തോ, അവരുടെ ലക്ഷ്യം എന്തോ സെക്സാണ്. കാരണം എന്തോ, ദേ ആർ ഡ്രിവൺ ബൈ സെക്ഷുവൽ ഡിസയർ. കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഡേർട്ടി കാര്യമായതുകൊണ്ട് എന്തുണ്ടാവും, ഒരു സെക്ഷുവൽ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അവരുടെ പ്ലഷർ തീർക്കാൻ വേണ്ടി പല ആൾക്കാർ ലൈൻ തുടങ്ങാറുണ്ട്. ചില ആൾക്കാർ ഇന്ന് ലൈൻ തുടങ്ങിയത് എങ്ങനെയാ അറിയാം, ഈ പ്രോബ്ലം ഷെയർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. ആ സമയത്ത് ലൈൻ അടി ഇല്ലായിരുന്നു. ഇപ്പൊ സപ്പോസ് ജസ്റ്റ് ഇമാജിൻ ഗേൾസ്, ഒന്ന് ചിന്തിച്ചോ, നിങ്ങളുടെ വീട്ടില് ഒരു ദിവസം പപ്പ ഇങ്ങനെ എന്തോ ഒരു വഴക്ക് പറഞ്ഞു, നിന്നെ മമ്മിയോ പപ്പ നിന്നെ കഴുതേ എന്ന് വിളിച്ചത്. നമുക്ക് കഴുതെന്ന് കടപദേശം പെട്ടെന്ന് നമ്മൾ വാട്സപ്പ് എടുത്തപ്പോൾ നമ്മുടെ ക്ലാസ്മേറ്റ് ഒരു പയ്യൻ നമ്മൾ അയച്ചത് മോളെ. എന്താ ചെയ്യുന്നത്, മോളെ. അപ്പൊ നിങ്ങൾ എന്തെഴുതി, അപ്പൻ വിളിച്ചത് കഴുതേ. അപ്പൊ സ്നേഹം ആർക്കുള്ളത്, സി ഹൗ നമ്മൾ ആ തെറ്റിദ്ധാരണ കയറി വരുന്നതാണ്. അപ്പനെന്തിനാ കഴുതെന്ന് വിളിച്ചത്, നീ നന്നാവാൻ വേണ്ടി ആയിരിക്കും, അങ്ങനെ വിളിക്കാൻ പാടില്ല. പക്ഷെ നന്നായി പോട്ട് നേരിട്ട് വിളിച്ചത്. പക്ഷെ ഇവൻ മോളെന്ന് വിളിച്ചത് എന്തിനാണ് പറ. ഇപ്പൊ മോനോട് വന്ന ഒരാൾ ഒരു പെൺകൊച്ച് ഐ ലവ് യു എന്ന് പറയുമ്പോൾ എന്ത് പറയും, ഒത്തിരി സമയം എടുത്തില്ല പറയാൻ. ഈ ജിഫിന്റെ അർത്ഥം എന്താണെന്നറിയോ, പെട്ടെന്ന് ഇങ്ങനെ മോമെന്റ്, വളരെ സ്പീഡായിട്ട് പെട്ടെന്ന് തീരുമാനം. അതുകൊണ്ട് ഞാനൊരു അത്ലീറ്റ് പെട്ടെന്ന് എന്തോ നമുക്ക് ആർക്കൂടെ ആൻസർ കിട്ടുന്നില്ല. ഇനി സപ്പോസ് ജിഫി ക്യാമ്പിൽ വന്ന് പങ്കെടുത്ത് തീക്ഷണോടെ ആ പെൺകൊച്ചു പറഞ്ഞില്ല, ഞാൻ ക്യാമ്പൊക്കെ എന്നിട്ട് ജിഫി എന്താ ചെയ്യുന്നതറിയോ, വേറെ റൂമിൽ പോയിട്ട് ഈ കണ്ണാടയും മുന്നിൽ നിന്നുള്ള ചിന്ത, അവൾ എന്തിനാ എന്നോട് പറഞ്ഞത്, ഞാൻ സ്വന്തമല്ലേ, അതുകൊണ്ടല്ലേ. പിശാചിന് ആ നോ പറഞ്ഞ പിശാചിന് കീഴടങ്ങുന്നില്ല. നമ്മൾ വീടിന് വന്ന് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പിന്നെ അടുത്ത ദിവസം പിന്നെ ആ പെൺകൊച്ചിന് മുന്നിൽ പോയി നിൽക്കും മനഃപൂർവ്വം. ഇത് നോ പറഞ്ഞ എന്നാലും എന്തോ ഇനി അടുത്ത് പറയുന്നതെന്ന്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യും, എന്താ സ്ലോലി നമ്മൾ പിടിക്കുക. കാരണം എന്തോ, പല ആൾക്കാർ പ്രോബ്ലം ഷെയർ ചെയ്യാൻ തുടങ്ങി. ആരും കേൾക്കാനില്ലാത്ത, പപ്പൻ കേൾക്കാനില്ല, അപ്പൻ കേൾക്കാനില്ല, പാസ്റ്റർമാരാണ് പ്രസംഗം മാത്രമേ ഉള്ളൂ. കൗൺസിലിംഗ് പോലും ചെയ്യാൻ നമുക്ക് അടുത്ത് പറയാൻ പറ്റില്ല. കാരണം ചില വീടുകളൊക്കെ മമ്മിയോട് പറയും, മമ്മി എനിക്ക് ചെറിയൊരു എഫ്ഐആർ ഉണ്ട്. പല പേരൻസിന് ഈ റിയാക്ഷൻ കാണുമ്പോൾ പിള്ളേരൊക്കെ വേണ്ട, അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും. നമ്മൾ അതുകൊണ്ട് അവർക്ക് റെസ്പോണ്ട് ചെയ്ത് നമ്മൾ ഓർക്കിട്ട് ആരോടാ പറയണേ, പാസ്റ്റിന്റെ അടുത്തേക്ക് പാസ്റ്റിനെ എപ്പോഴും എനിക്കൊരു ലൈൻ ഉണ്ട്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു കേട്ട പാസ്റ്റർ എന്തെന്ന് പറഞ്ഞു, അവർ വേറെ മണ്ടല്ല മാറി, അവർക്കിനി ഇറങ്ങി വരാൻ ആഗ്രഹിക്കില്ല. അതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. ഇത് വിളിച്ച് പാപ്പിച്ച് മറ്റേ ആ തങ്കച്ചാന്റെ മോൾക്ക് ഒരു വാലുണ്ടായിട്ടുണ്ട്, കൊമ്പ് കൂടിയിട്ടുണ്ടോ, ഇതൊന്നും വാർത്തയാണ്. അതിന് പിള്ളേർക്ക് ആരോട് പങ്കുവെക്കാനില്ല. വിഷമങ്ങൾ പങ്കുവെക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് പറ്റും, ഈ സ്കൂളിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾ നൈലോട് വരും, നമ്മൾ വിചാരിക്കും ആ ആളാണ് നമ്മുടെ നേരെ വിഷയം. നോ, ഡോണ്ട് ഡു ദാറ്റ്. ഒരു കാരണവശാലും ആ ചതിക്കുഴിയിൽ വീഴില്ല. മെയ്ബി അല്പസമയത്തേക്ക് നിങ്ങൾക്ക് തോന്നും പ്രോബ്ലം സൊല്യൂഷൻ. ചിലപ്പോൾ പെൺകൊച്ച് എന്റെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വാസം കിട്ടുന്നു വിചാരിക്കും. നോ, റോങ്. ഈ പ്രോബ്ലം ഷെയർ ചെയ്ത് എന്തോ മാറും, പതുക്കെ അട്രാക്ഷനിലേക്ക്. കൗൺസിലിംഗിലാണ് തുടങ്ങിയത്. ഗേൾസ് വേറെ ഓർത്താണ്, ഒരു കാരണവശാലും നിങ്ങളുടെ പ്രോബ്ലംസ് ഓപ്പോസിറ്റ് സെക്സിനോട് പോയി ഷെയർ ചെയ്യില്ല. അഥവാ ഇനി ഒരു കൗൺസിലിംഗ് സെന്ററിൽ ഒരു പുരുഷന്റെ അടുത്തേക്ക് ചെല്ലുവാണെങ്കിൽ മേക്ക് ഷുവർ മോന്റെ മമ്മി ആരെയും ആ റൂമിൽ കാണണം. മോനെ കൗൺസിലേഴ്സ് എല്ലാം ഇങ്ങനെ കേബിൾ പൊട്ടിപ്പോയ ആൾക്കാരൊന്നും അല്ല. ജസ്റ്റ് ബി കെയർഫുൾ. അതുപോലെ ബോയ്സ്, നിങ്ങൾ എപ്പോഴും നിങ്ങൾ കൗൺസിലിംഗിന് പോകുമ്പോൾ എനിക്കറിയാം പല ബോയ്സ് മുതിർന്ന സ്ത്രീകളുമായി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്.
കൗൺസിലിംഗിന് പോയിട്ട് അവസാനം സെക്സ്വൽ റിലേഷൻഷിപ്പ് പോയി വീണ് പല ആൾക്കാരും. സോ ബി വെരി കെയർഫുൾ മക്കളെ. നിങ്ങളുടെ കൗൺസിലിംഗ് ഒരു കാരണവശാലും ഞാൻ നമ്മൾ ഒരുമിച്ച് സെപ്പറേറ്റഡ് കൊണ്ടുപോയി കൂടെ ആഴമായിട്ട് ഞങ്ങളോട് പറയും. അങ്ങനത്തെ കാര്യങ്ങളിൽ പോയി ബി വെരി കെയർഫുൾ. അപ്പോൾ പ്രോബ്ലം ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സെയിം സെക്സിലുള്ള ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് മാത്രമേ ഈ കാര്യങ്ങൾ പറയാം. അതുവരെ എന്തോ ചെയ്യണം? ഗിവ് ഇറ്റ് ടു ഗോഡ്. ഒരാൾ കൗൺസിലർ വരുന്നവരെ എന്ത് ചെയ്യാം? ദൈവത്തോട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഒരിക്കലും ഓപ്പോസിറ്റ് സെക്സിനോട് ഷെയർ ചെയ്യില്ല. അത് പിന്നെ നിങ്ങളെ ആ പ്രോബ്ലംസ് എടുത്ത് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. കാരണം നിങ്ങളുടെ സീക്രട്സ് എല്ലാം ആ ഓപ്പോസിറ്റ് ആളോട് പറഞ്ഞു അല്ലേ, പിന്നെ ആ ലൈൻ അവസരം നിർത്താൻ പറ്റാത്ത രീതിയിലോ അത് വെച്ചോണ്ട് അവർ ബ്ലാക്ക്മെയിൽ ചെയ്യും. എനിക്ക് സ്റ്റോറീസ് എല്ലാം അറിയും. അപ്പോൾ അത് നമ്മൾ അവസരം ചതിയിൽ വെക്കാൻ ഒത്തിരി ഗേൾസ് ഉണ്ട്, ഒത്തിരി ബോയ്സ് ഉണ്ട് ചതിയിൽ പോയി വേണം. ഡോണ്ട് ഷെയർ യുവർ പ്രോബ്ലംസ് അറ്റ് ഓൾ. എന്താ റിസൾട്ട്? എന്താണ്? റോങ് ഏജ് ഓഫ് ഡിസിഷൻ, തെറ്റായ പ്രായത്തിലെടുക്കുന്ന തീരുമാനം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങളെപ്പോഴും ഈ മരത്തെ നിൽക്കുന്ന പഴുത്ത മാങ്ങ കഴിച്ചിട്ടുണ്ടോ? ആ മാങ്ങയ്ക്കാണ് മധുരം കൂടുതൽ, അത് നേരത്തെ പറിച്ച് കച്ചിക്കകത്ത് വെച്ച് പഴിപ്പിക്കുന്ന മാങ്ങയ്ക്കാണോ? അല്ലേ? മരത്തെ കാരണം എന്തോ ഈ നേരത്തെ പറിച്ച് ഓൾമോസ്റ്റ് റൈപ്പ്, പക്ഷെ നോട്ട് ശരിക്കും റൈപ്പ് ആയിട്ടില്ല. അത് നമ്മൾ വെക്കുമ്പോൾ അത് ആ ചൂടും കൊണ്ട് പഴുക്കും, പക്ഷെ അതിന് മധുരം കുറവും. അപ്പൊ നിങ്ങളുടെ മാരേജ് ലൈഫിന് ഒരു സമയമുണ്ട് ദൈവം വെച്ചിരിക്കുന്നത്. യു വെയിറ്റ് ഫോർ ദാറ്റ്. അതിനുവേണ്ടി കാത്തിരിക്കുക. നേരത്തെ നമ്മളിത് പറിച്ച് 15 വയസ്സ്, 16 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സിലൊക്കെ ഈ റിലേഷൻഷിപ്പിലേക്ക് കയറിയിട്ട് എന്താ പ്രശ്നം വരുന്നറിയോ? നിങ്ങളുടെ മാരേജ് ലൈഫിന്റെ ആ സൗന്ദര്യം, അതിന്റെ മധുരം എല്ലാം കളയോ. വെയിറ്റ്. ഒരു സന്തോഷ വാർത്ത, ഈ ഇന്ത്യയിൽ 120 കോടി ജനങ്ങളുണ്ട്. അതിനകത്ത് ഒരു പെൺകൊച്ചിന്റെ ദൈവത്തിന് തരാൻ പാടാണ്. കേരളത്തിൽ 3.6 crore ഉണ്ട്. അത് മാത്രമല്ല കേരളത്തിലെ പ്രത്യേക സ്ത്രീകളാണ് കൂടുതൽ. അപ്പൊ അതിനകത്തും ദൈവത്തിന് വേണം തരാനുള്ള പ്രശ്നമുണ്ടോ? നമ്മൾ അധ്വാനിക്കുന്നു കല്യാണം കഴിയാൻ വേണ്ടി. ആരെയും കിട്ടുന്നില്ല, ദൈവം എങ്ങനെ ടെൻഷൻ അടിക്കണം? നോ, ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ കല്യാണത്തിന് വേണ്ടി. എന്റെ ചർച്ചിലെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞ, ചർച്ചിലെ വളരെ സ്പിരിച്വൽ മെച്യൂരിറ്റി ഉള്ള അങ്കിൾ എന്നോട് പറഞ്ഞു, മോനെ. അപ്പൊ എനിക്ക് ചിരിയാണ് വന്നത്, കാര്യം 20 വയസ്സിൽ ഡിഗ്രി അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ. എനിക്ക് ചിരി വന്നു, പക്ഷെ എന്തായാലും ഞാൻ ചിന്തിച്ച് എന്താണ് എന്നോട് അങ്ങനെ പറഞ്ഞു. എന്നെ അത്രയും മെമ്മറി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അറിയത്തില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം കറക്റ്റാണ്, എനിക്ക് തരണം അതായിരിക്കും. 27ാമത്തെ വയസ്സിൽ വിൽസി എന്റെ ജീവിതത്തിൽ എന്തൊരു സന്തോഷം. 18 വർഷം അല്ലേ? ഓരോരോ ദിവസവും നമ്മുടെ സ്നേഹം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇല്ലാതെ പറ്റുന്നത്. 2-3 ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ അസൽ അപ്പുറമാണ്. നീ അങ്ങ് പാടി, അല്ലെങ്കിൽ നീ അങ്ങ് പാടാം. നമ്മുടെ സ്നേഹഭാഷയിൽ പറയും. എന്താ കാര്യം? എന്തോ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്തോ ഈ സ്നേഹം തന്നെ ദൈവം കൊണ്ടുവന്ന മാരേജ് നമ്മൾ ഭയങ്കര ബ്ലെസ്സിംഗ്. അത് പറഞ്ഞ് ഞാനും മനുഷ്യൻ തമ്മിൽ ഇതുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ല. World War III യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, വഴക്കുകളുണ്ടായിട്ടുണ്ട്. അപ്പൊ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ വഴക്കുണ്ടാകുമ്പോഴായിരിക്കും ടിനിങ് കോളിംഗ് ബെല്ല്. അപ്പൊ നമ്മളുടെ ഒരു വേറെ മോഹം ജ്യൂസ് എല്ലാരും പോയി കഴിയുമ്പോൾ വീണ്ടും. പക്ഷെ എന്താണെന്നറിയോ, ഈ അഭിപ്രായ വ്യത്യാസം വഴക്കുണ്ടാവും. അത് ഫാമിലി ലൈഫിലുള്ളതാണ്. പക്ഷെ നമ്മൾ കത്തി പക്ഷെ ഈ വഴക്കുണ്ടാകുമ്പോഴും എല്ലാം എൻ്റെ മനസ്സിലും മനുഷ്യന്റെ മനസ്സിലും ഒരു ആശ്വാസം ദൈവം തന്നെയാണ്. പക്ഷെ അല്ലാതെ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ട് കല്യാണം കഴിച്ചിട്ട് വഴക്കുണ്ടായ ആദ്യം എന്തോ കയറി വരുന്ന സംശയം, ദൈവം തെറ്റിപ്പോയോ, തെരഞ്ഞെടുത്ത് തെറ്റിപ്പോയോ, ജീവിതകാലം മൊത്തം. നിങ്ങൾ 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് ഒരു 75 വയസ്സിൽ ജീവിക്കുന്ന 50 വർഷം ഈ തെറ്റായ വ്യക്തികളോട് വേണം ജീവിക്കാൻ. എന്തോ സന്തോഷം. അതുകൊണ്ട് ദൈവമക്കളെ, തെറ്റായ ഏജാണ്. സോ പ്ലീസ്, ഒരു കാരണവശാലും ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുക. വെയിറ്റ് ഫോർ ടൈം, ഗോഡ് തക്ക സമയത്ത്. ആൻഡ് ഗേൾസ്, ലോകത്തിൽ 730 കോടിയാണ്. അതിനകത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പാടില്ല. അടുത്ത റോങ് സെക്ഷൽ ബിഹേവിയർ. എന്തോ ഇങ്ങനെ റിലേഷൻഷിപ്പ് വീണ് കഴിഞ്ഞാൽ എന്തോ ടച്ചിങ് ആവും, സെക്ഷൽ റിലേഷൻഷിപ്പ് ആവും. പല ആൾക്കാരും മാരേജിന് മുമ്പ് പ്രഗ്നൻ്റ് ആയ കേസസ് ഉണ്ട്, അബോർഷൻ നടത്തിയ കേസസ് ഉണ്ട്. ആ മുറിവിൽ അപ്പോൾ ജീവിക്കും. അവർ കല്യാണം കഴിഞ്ഞ പക്ഷേ അന്ന്
നടത്തിയ അബോർഷൻ അന്ന് പിന്നെ പ്രഗ്നന്റ് ആയി പ്രശ്നമായി. ഗേൾസ് ബി വെരി കെയർഫുൾ. വിളിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കുറച്ചുകൂടെ ആഴമായി നിങ്ങളോട് സംസാരിക്കും. ബോയ്സ് ബി വെരി കെയർഫുൾ. നിങ്ങൾ വെർജിനിറ്റി കളയല്. അങ്ങനെ റിലേഷൻഷിപ്പിൽ പോയി വീണാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ആ ആളുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് വീഴാൻ തോന്നും. മാരേജിന് മുമ്പ് നടക്കുന്ന റിലേഷൻഷിപ്സ് എല്ലാം എന്തോ അഡൾട്ടറി അല്ലേ? സോ വെയിറ്റ് ഫോർ യുവർ മാരേജ്. നിങ്ങൾ ഐ ലവ് യു പറയേണ്ട ആദ്യം ആരോടായിരിക്കും? ആയിരിക്കണം അങ്ങനെ ആരോടാ നിങ്ങൾ? ആരോടാ ആരോടാ ആരോട്? ബാസ്കറ്റ്ബോൾ ആരോട്? അമ്മയോട്. ആരോട്? സി ബോയ്സ് റിമെമ്പർ, നിങ്ങൾ നിങ്ങളുടെ ഐ ലവ് യു ആദ്യം പറയേണ്ടത് നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് ഭാര്യയോട് വേണം. ആടാ ഈ ഐ ലവ് യു ചുമ്മാ ഇങ്ങനെ മെസ്സേജ് അയച്ച് കളയാനല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഭാര്യയോട് നോക്കണം അല്ലേ? ഹസ്ബൻഡിനോടാ പറയണ്ടേ. മാരേജ് കഴിഞ്ഞ ഹസ്ബൻഡിനോട് വേണം ഐ ലവ് യു പറയാൻ ആദ്യം. അല്ല ചുമ്മാ ഈ വാട്സപ്പിൽ ഇങ്ങനെ ഐ ലവ് യു ലവ് യു ലവ് യു ലവ് യു എന്ന് പറഞ്ഞ് ഇടല്ലേ. അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പയ്യന്റെ ഫോൺ എടുത്ത് പോയി ഒരു ഇങ്ങനെ ലൈനടിയാ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവനൊരു പെൺകുച്ചിന് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചേക്കോ. ഞാൻ നോക്കുമ്പോൾ ഒരു 500 ഇമോജി. ഏതാ മറ്റേ ലവ് സൈൻ ഉള്ളതാണ്. ഒരു 10-500 ഇതിന് മോനെ ഇത് നിൽക്കാൻ വേണ്ടി പാടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഈ മെസ്സേജ് കൊണ്ട് ആ പെൺകുച്ചിന് അയച്ചു പോയി. പെൺകുച്ചി വിചാരിക്കുന്നു ചുമ്മാ ഇങ്ങനെ വരുവാ. ഓ മനുഷ്യ മക്കളെ, ഈ ചതി ലോകത്തിൽ വീട് വ്യഭിചാരമാ. നിങ്ങളുടെ ഉള്ളിൽ ദുരാത്മാവ് കയറും. നിങ്ങളുടെ കുടുംബജീവിതം നശിച്ചു പോകും. ഞങ്ങള് ഈ നോളുകളിലൊക്കെ ഡിവോഴ്സ് 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 ഇതാ കേൾക്കുന്നേ. മടുത്തു, കേൾക്കാൻ വയ്യായിരുന്നു. ക്ലാസ്സൊക്കെ എടുത്ത് ക്യാമ്പിലൊക്കെ വന്ന് പിള്ളേർ ഇങ്ങനെ ഒരു ഡിവോഴ്സിന്റെ കേസ് വരുമ്പോൾ ഏത് രീതിയിലാണ് സന്തോഷിക്കാൻ പറ്റുന്നത്? നമുക്ക് കീഴടങ്ങുന്ന ദൈവത്തിന് മുമ്പാകെ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ്. യേശു കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിലേഷൻ ആണ് ഫാമിലി ലൈഫ്, മിനിസ്ട്രി. പല ആൾക്കാരിനോ ദൈവവും മിനിസ്ട്രി കുടുംബം, ചിലർ ദൈവവും കുടുംബം മിനിസ്ട്രിനോ മിനിസ്ട്രിയും കുടുംബവും സെയിം തട്ടില്ല. കാരണം എന്തോ? ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. ദാറ്റ് മീൻസ് മിനിസ്ട്രിയാ. ഞാൻ എന്റെ ഭാര്യയെ നേടണം. സഭ കീഴ്വഴങ്ങിയതുപോലെ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. എന്തുവാ? മിനിസ്ട്രിയാ. ദിസ് ഈസ് ഗോയിങ് ടുഗദർ. ഞാൻ എല്ലായിടത്തും പോയി പ്രസംഗിച്ചിട്ട് അവസരം എന്റെ കുടുംബത്തെ എനിക്ക് നേടാൻ പറ്റില്ല. ഞാൻ മിനിസ്ട്രിയിൽ ഫെയിലായി. ഗോയിങ് ടുഗദർ. അതുകൊണ്ട് ഡിവോഴ്സും പല പ്രശ്നങ്ങൾ. നിങ്ങൾ ഇഷ്ടംപോലെ ഈ പ്രസംഗിച്ച് നശിച്ചവർ എത്ര പേരുണ്ടല്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ കേട്ടിട്ടുണ്ടോ? പ്രസംഗിച്ച് ഇഷ്ടംപോലെ പേര് നശിച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ട് ആരെങ്കിലും നശിച്ചു കേട്ടിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ട് ആരെങ്കിലും നശിച്ചു പോയി കേട്ടിട്ടുണ്ടോ? ഇല്ല. പ്രസംഗിച്ച് നശിച്ചിട്ടുണ്ട്, പാട്ടുപാടി നശിച്ചിട്ടുണ്ട്, കീബോർഡ് വായിച്ച് നശിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല പ്രസംഗിച്ചോ, പക്ഷെ പ്രാർത്ഥന ഇല്ലെങ്കിൽ ആ പ്രസംഗത്തിന് പ്രയോജനമില്ല. If you are not a praying husband, your family is lost. If you are not a praying wife, your family is lost. A praying man never sins, a sinning man never prays. എന്തോ പാപം ചെയ്യുന്നവർ ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും പാപം ചെയ്യുന്നില്ല. മനസ്സിലായോ? അത് വേണമെങ്കിൽ എഴുതി വെച്ചു. A praying man, a sinning man never prays. പാപം ചെയ്യുന്ന ആള് പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്ന ആൾ ഒരിക്കലും പാപം ചെയ്യുന്നില്ല. ചില ബുക്സിലൊക്കെ ഞാൻ വായിച്ച കോട്ട്സ് അറിയാം. എന്തോ റോങ് സെക്ഷൽ ബിഹേവിയർ. സമയം കഴിയും. വിൽ ലൂസ് യുവർ ഫ്രണ്ട്സ്. എന്താ 40 പേർ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു പെൺകൊച്ചിന് പുറകെ പോയി കഴിഞ്ഞാൽ മറ്റേ പെൺപിള്ളേരോട് മിണ്ടാൻ പറ്റുമോ? ഒരു പെണ്ണിനോട് നടന്നിട്ട് അവസാനം മറ്റേ പെൺപിള്ളേരോട് മിണ്ടുമ്പോൾ ഈ പെൺകൊച്ചി പറയും, ഓ എന്നോട് ഇപ്പോൾ പഴയ പോലെ ഒന്നും സ്നേഹമൊന്നുമില്ലല്ലോ. അവസാനം നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഗേൾസും ബോയ്സും ഒരുമിച്ച് പഠിക്കുന്ന സ്ഥാപനത്തിൽ അത് നമ്മുടെ മെച്യൂരിറ്റി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. സോ ഈ ഗേൾസിനോട് നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല. ഒറ്റ റിലേഷൻഷിപ്പ് ആണ്. സ്റ്റോപ്പ് ഇറ്റ്. എല്ലാവരും ഉണ്ട്. ഒരു പയ്യനോട് ലൈൻ അടിക്കുന്നതുകൊണ്ട് ബാക്കി ഭാഷയോട് മിണ്ടാൻ പറ്റുമോ? സ്റ്റോപ്പ് ഇറ്റ്. പിന്നെ എല്ലാത്തും ലൈനടി ആയിട്ട് പിന്നെ എല്ലാവരും കുറ്റബോധം തീർക്കാൻ വേണ്ടി ഇങ്ങോട്ട് കാണുന്നുണ്ടോ?
will lose friends. ആ വ്യക്തിയെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ പല സമയത്തും ഇവരുടെ ഇൻഫോർമേഷൻ നമ്മളെടുത്ത് ചൂഷണം ചെയ്യും. അവരെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടാണ് പല ബോയ്സ് മുതലാക്കുന്നത്, പല ഗേൾസ് മുതലാക്കുന്നത്. യു ആർ നോട്ട് റെസ്പെക്ടിങ് ദ പേഴ്സൺ. അതുപോലെ ആ പേഴ്സൺ വ്യക്തിയുടെ പേരൻസിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നില്ല. ബോയ്സ് എത്ര പേർക്ക് നിങ്ങൾക്ക് പെങ്ങന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്? നിങ്ങളുടെ സിസ്റ്റർ വിവാഹം കഴിക്കാത്ത സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഇതെല്ലാം കഴിച്ചിട്ടില്ല. നിങ്ങളുടെ സിസ്റ്റർ ഒരു പയ്യനോട് ഇങ്ങനെ ബൈക്കിൽ ഇരുന്നുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ പറയും ഹല്ലേലൂയ എന്ന് പറയാം. എൻ്റെ പെങ്ങ പാവം അങ്ങനെ പറയോ? നിങ്ങൾ ബ്രദേഴ്സ് ബ്രദർ ഇങ്ങനെ പെൺകൊച്ചിനെ എത്തിക്കുന്നു, അവൻ എന്നേക്കാൾ പക്കത്ത് പ്രാപിച്ചു എന്ന് പറയോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സിസ്റ്ററിനെ കുറിച്ച് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ അടുത്ത് ബൈക്ക് എടുത്ത് പുറകെ പോയിട്ട് അവനെ വലിയതായിടും, ആഴാതിരിക്കും. കാരണം നമ്മുടെ പെങ്ങൾ അങ്ങനെ പോകുന്നത് നമുക്ക് ഭയങ്കര വിഷമമാണ്. നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നാണം കേടല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾ മറ്റൊരു പെണ്ണിൽ ലൈനെ അടക്കി പോകുന്നത് അത് ഇതുപോലെ വീട്ടിലെ ഒരു അപ്പനെങ്കിലും മോനല്ലേ? അതും ഇതുപോലെ ഒരു അപ്പൻ്റെയും അമ്മയുടെ മോനല്ലേ? അല്ലേ? നിങ്ങളുടെ ബ്രദറിനെ പോലെ നിങ്ങളുടെ സിസ്റ്ററിനെ പോലെ നിങ്ങൾ സ്നേഹിക്കും, നിങ്ങൾ അങ്ങനെ പോകും. ചില പെൺപിള്ളേരെ വീടുകളൊക്കെ അപ്പനും അമ്മയും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ എന്തോ ഹസ്ബൻഡ് ആവാൻ പോകണ്ടേ? അത് വേറൊരാളൊരു സ്ത്രീയുടെ അടുത്ത് കൗൺസിലിംഗ് വിടും. നിങ്ങൾ കൗൺസിലിംഗ് ചെയ്ത് ലൈൻ അടിക്കുന്ന പകരം അങ്ങനത്തെ പെൺപിള്ളേർ വരും, അപ്പനും അമ്മയും ഉപദ്രവിക്കുകയും ഭയങ്കരമായിട്ട് അങ്ങനെ അവർക്ക് നിങ്ങൾ ഏറ്റെടുത്തില്ല. അങ്ങനെ ഒരു എത്രയോ സ്ത്രീകളുണ്ട്, എല്ലാവരും കേട്ടിട്ട് വരും. അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം? ഡൈവേർട്ട് ചെയ്ത് വിടണം. ഒരു കൗൺസിലർ അടുത്തേക്ക് വിടണം. നമ്മുടെ ചേർത്തിൽ ഏതെങ്കിലും കൗൺസിലിംഗ് ആന്റിമാരുണ്ടെങ്കിൽ അവിടേക്ക് ഡയറക്റ്റ് ഇത് പ്രശ്നമുള്ള പയ്യന്മാർ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചേർച്ചിലുള്ള കൗൺസിലിംഗ് അംഗന്മാരിലേക്ക് ഡൈവേർട്ട് നിങ്ങൾ ഏറ്റെടുക്കില്ല. അല്ലെങ്കിൽ പിന്നെ മുസ്ലിം മതം സ്വീകരിക്കുന്നത്. കാരണം 5 ഭർത്താക്കന്മാരെ 5 ഭാര്യമാരൊക്കെ പ്രശ്നം പാടില്ല. എന്തോ റെസ്പെക്ട് the person and his and her parents. എന്തോ leads to abortion. Okay? Girls വിഭജനമാണ്. അടുത്തത് അബോർഷനിലേക്ക് നിങ്ങൾ വിവരിക്കാൻ. അടുത്ത് ഈ വാക്യം വെച്ച് എന്താണ് ലൈനയുടെ തെറ്റ്? ബൈബിൾ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ലൈനയുടെ തെറ്റാണോ ശരിയാണ്? 10:5 28. സ്ത്രീയെ മോഹിക്കുന്നവന് മോഹിക്കുന്നതിന് അവനെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു. കേട്ടോ? ദാറ്റ് മീൻസ് ഓരോരോ പ്രാവശ്യം നിങ്ങളൊരു പെൺകൊച്ചിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈൻ അടിക്കുന്ന ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എന്തോ ചെയ്യുക? അപ്പൊ നോക്കി എത്ര പ്രാവശ്യം നിങ്ങൾ വ്യഭിചാരം ചെയ്യും. ഒരു പുരുഷനെ മോഹിക്കുമ്പോഴും എന്താ സംഭവിക്കുന്നത്? വ്യഭിചാരം ചെയ്യും. അപ്പൊ എത്രയോ പ്രാവശ്യം വ്യഭിചാരം ചെയ്യും. ഏറ്റവും പറയണ്ടേ അല്ലേ? അപ്പൊ ബൈബിൾ അനുസരിച്ച് എന്താ എഴുതിക്കുന്നത്? വിവാഹത്തിന് മുമ്പുള്ള എല്ലാ ബന്ധങ്ങളും തെറ്റാണ്. ഓക്കെ? വിവാഹത്തിന് വേണ്ടി നിങ്ങൾ ഓർത്തുള്ള 2 വ്യക്തികൾ തമ്മിലല്ല ഒരു കുടുംബം. എന്തോ 2 കുടുംബങ്ങളാണ് ഒന്നിച്ചല്ലേ. അപ്പോഴും അമ്മയും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിശ്വാസം വന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അതിനൊരു എക്സെപ്ഷനാണ്. കാരണം അവർ പാരൻസ് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ചർച്ച ആയിരുന്നു. അപ്പോൾ 2 ചർച്ച തമ്മിലാണ്. ഓക്കെ? വിവാഹം 2 കുടുംബങ്ങൾ തമ്മിലാണ്, 2 സഹോദരർ തമ്മിലാണ്. സോ മേക്ക് ഇറ്റ് ഹോളി അല്ലേ? അല്ലാതെ നിങ്ങൾ നേരത്തെ എല്ലാം ഐ ലവ് യു എല്ലാം പറഞ്ഞത് അവസാനം കല്യാണത്തിന് സമയത്ത് പാസ്പോർട്ടും കൈ തരികയും അവനെന്തോ എത്രയോ പ്രാവശ്യം പിടിച്ചിരിക്കുന്നത് അല്ലേ? ഒരു രസമില്ല കല്യാണം. കാര്യം പല പ്രാവശ്യം ഓൾറെഡി കൈ അടിച്ച് ലൈൻ അടിച്ച് നടന്നിട്ട് സുഖത്തിലും ദുഃഖത്തിലും പെട്ടെന്ന് പറയാം ഹലോ. ആ മാരേജിന് ഒരു ഭാവനതയില്ല. നല്ല ദൈവം ഒരുക്കുന്നതാണ്. നമ്മൾ വണ്ടി വന്ന് ആ ഓഡിറ്റോറിയത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ജനലിൽ നോക്കും. അത് ഗിൽസി ഞാനും കല്യാണം കഴിച്ചത് ഞാനീ പല കല്യാണത്തിൽ പാട്ട് പാടാൻ പോകാണ്ട് എനിക്കിതിൻ്റെ ടെൻഷനൊക്കെ ആയി. പിന്നെ ആദ്യമായിട്ട് ഞാൻ കസേര കയറിയിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ കൂടാൻ അതുകൊണ്ട് പിന്നെ ചർച്ചിലെ ചെറുപ്പക്കാർ ബാക്കി നോക്കിങ്ങനെ എന്നെ ചിരിപ്പിക്കുമോ? കാരണം ചർച്ചിലെ പാസ്റ്റായിരുന്നു ഞാൻ.
അപ്പൊ ഞാൻ നസൽ വിടും ആ ഉപയോഗസമയമൊക്കെ ഒരു ബോക്സിനകത്ത് പറയുന്നത് സുഖത്തിൽ കല്യാണം അല്ലേ വീട്ടിൽ ഒന്നും ഞാൻ ഒരു എന്ത് പടി നീ ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്ന പോലെ അച്ഛാ അതിന്റെ ആദ്യത്തെ കല്യാണം അല്ലായിരുന്നു. ആദ്യമായിട്ട് പാസ്റ്റർ കൈ പിടിക്കുമ്പോൾ ഫസ്റ്റ് ടൈം കൈ പിടിക്കുന്നത് ഒരു ഷോക്ക് പാസ്റ്ററില്ലേ ടെൻഷൻ അടിച്ചപ്പോൾ അതുകൊണ്ട് ദൈവം മക്കളെ ആരും സേവ് ദ ഡേറ്റ് ഫോട്ടോ എടുക്കാൻ പോയി. ഹലോ ഹലോ സേവ് ദ ഡേറ്റ് ഫോട്ടോ എടുക്കാൻ പോയി. കല്യാണം കഴിയാതെ തോളയിലും കയ്യിലും പിടിക്കാതെ പോയി. എന്നെ ചെറുപ്പം തോന്നുന്നു ഇടുങ്ങിയിട്ടില്ലാതെ 1947 ഒക്കെ എന്നെ പിടിക്കായി. പക്ഷെ നമ്മൾ കണ്ടു ഞങ്ങളുടെ എൻഗേജ്മെന്റ് നമ്മൾ വളരെ വേർപാട് പാലിച്ചത് വളരെ വളരെ അങ്ങേ അറ്റം പോയി കാരണന്മാരൊക്കെ പറഞ്ഞു. പക്ഷെ സേവ് ദ ഡേറ്റ് ഒക്കെ വന്നു ബീച്ചിൽ പോയി കിടക്കുന്നു, ചാടുന്നു, പിടിക്കുന്നു, കൈവിട്ട് നടക്കുന്നു. പല സേവ് ദ ഡേറ്റ് കല്യാണം നടക്കാതെ പോകുന്നു. ഹസ്ബൻഡ് ആയിട്ടില്ല, വൈഫായിട്ടില്ല. എന്തിനാ വെറുതെ ആ ഫോട്ടോഗ്രാഫറിനുള്ള കാശുകൊണ്ട് പിന്നെ കൊടുക്കും. അമ്മമാർക്ക് പ്രോഗ്രാമാണ് ആർക്കും സേവ് ദ ഡേറ്റ് സേവ് ദ ഡേറ്റ് രണ്ട് ഫോട്ടോ പെട്ടെന്ന് മനോരമയിൽ വിവാഹം ഇതോ ഇന്ന് വിവാഹിതരാകുന്നു രണ്ട് ഫോട്ടോ അടുത്ത് നിന്നോ എൻ്റെ ഇരിക്കുന്ന സമയത്തൊക്കെ അവിടെ നിൽക്കും. കഴിഞ്ഞ ദിവസം ഞാൻ സേവ് ദ ഡേറ്റ് ഉമ്മ കൊടുക്കും കല്യാണം കൊണ്ട് ലെവൽ വിട്ടു പോവുക. മാക്സിമം ജസ്റ്റ് അടുത്ത് നോക്കിയ ഫോട്ടോ എടുക്കുന്നത് അവർ പറയുന്ന സാർ കാരണം കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം നടക്കില്ലെന്ന് കല്യാണം കഴിഞ്ഞാൽ അറിയത്തുള്ളൂ.